ഇന്ന് 1201 മേടമാസം 4-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 17-ാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:18 അസ്തമയം വൈകിട്ട് 6:32 രാഹുകാലം നിങ്ങൾക്കറിയാം, 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. ചന്ദ്രൻ വെളുത്തപക്ഷത്തിലെ ഏറ്റവും അങ്ങേയറ്റം പ്രബലമായി നിൽക്കുന്ന ദിനത്തിനാണ് നാം പൗർണമി എന്ന് പറയുക. അപ്രകാരം ചന്ദ്രൻ കറുത്ത വാവ് ചതുർദശി കഴിഞ്ഞ് 15-ാമത്തെ തിഥി, അതാണ് അമാവാസി. ചന്ദ്രൻ അങ്ങേരെ ദുർബലമായി നിൽക്കുന്ന ദിനമാണ് അമാവാസി. അമാവാസി പ്രേതങ്ങളുടെ ദിനമാണ്. പ്രേതങ്ങൾ പുറത്തേക്ക് വരുന്ന ദിനമാണ്. യക്ഷനും യക്ഷിയും പ്രേതങ്ങളും ഒക്കെ ഇറങ്ങുന്ന ദിവസമാണ്. ഈ ദിനമാണ് പിതൃകർമ്മം ചെയ്യാൻ ഏറ്റവും ഉത്തമം. പ്രീത പ്രേത സ്വമീബിർ വിദധതി സകലാഹ സമ്പദ സന്തതി. സന്തുഷ്ടരായ പ്രേതങ്ങൾ തന്നെ അർച്ചിക്കുന്നവർക്ക്, പൂജിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരും. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പോലും സൗഭാഗ്യങ്ങൾ കൊടുക്കും, ആയുസ് കൊടുക്കും, സമ്പത്തും കൊടുക്കും. അതിനാൽ പിതൃകർമ്മം അനുഷ്ഠിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ് ഇന്നത്തെ ദിനം. പിതൃകർമ്മം ചെയ്യുക, അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ തലേ ദിവസം തന്നെ ചെയ്യേണ്ടതാണ്, അല്ലേ? എന്നിട്ട് കാലത്താണ് നാം തിരുനെല്ലി അല്ലെങ്കിൽ ഉരുപുണ്യകാവ്, തിരുനാവായ അല്ലെങ്കിൽ തിരുവല്ലം മുതലായ, അല്ലെങ്കിൽ കാശി, രാമേശ്വരം, നാസിക്കിൽ ത്രംബകേശ്വർ, ഇവിടെയൊക്കെ തന്നെ നാം എന്ത് ചെയ്യുന്നത്? പിതൃകർമ്മത്തിനായി പോകുന്നത്. വളരെയധികം ശുഭഫലങ്ങൾ പിതൃകർമ്മത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. വിശേഷിച്ച് ഒരു മുഹൂർത്തവും നൽകാൻ നിർവാഹമില്ല തന്നെ. രേവതി നക്ഷത്രമാണ്. പക്ഷേ രേവതി നക്ഷത്രത്തിന് കുഴപ്പമുണ്ട്. അത് വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാണ്. ആദാതവ്യം ദാതവ്യം ത്വശേഷന്തി വിനശ്യതി. വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രങ്ങളിൽ പെടുന്നു രേവതി. അങ്ങനെയുള്ള 6 നക്ഷത്രമുണ്ട്. കൃത്രിക, ഭാഗ്യം, മൂലാശ്ച, മക, ചിത്രാച, രേവതി. കൃത്രിക എന്ന് വെച്ചാൽ കാർത്തിക, ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ നക്ഷത്രങ്ങളൊന്നും തന്നെ വാങ്ങാനും കൊടുക്കാനും പാടില്ല. അതിൻ്റെ ഭാഗ്യം പോലും നഷ്ടപ്പെട്ടു പോകും. 12 മണി കഴിഞ്ഞാൽ പിന്നെ വരുന്ന അശ്വതി നക്ഷത്രമാണ്. ആ നക്ഷത്രത്തിനും ഗണ്ഡാന്തമാണ്. അശ്വതി, മകം, മൂലം ഈ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, വിശേഷിച്ച് 3:45 നാഴിക ഗണ്ഡാന്തമാണ്. ആ കാലത്ത് ജനിക്കുന്ന കുട്ടി പോലും മാതൃപിതൃ കുലാന്തക എന്നാണ് പറയുക. ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3:45 നാഴിക 10 മണിക്ക് ശേഷം ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അത് മാതൃപിതൃ കുലാന്തക, അച്ഛനും അമ്മയെയും കുലത്തിന് ദോഷമുണ്ടാക്കും. അത് കഴിഞ്ഞ് അശ്വതി നക്ഷത്രത്തിലായാലും ആദ്യത്തെ 3:45 നാഴിക 12 മുതൽ 2:30 വരെയുള്ള സമയം വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും. അശ്വതി, മകം, മൂലം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക 6 മണിക്കൂർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3:45 നാഴിക. അപ്രകാരം ആയില്യം, തൃക്കേട്ട, രേവതിയുടെ അവസാനത്തെ 15 നാഴിക ഗണ്ഡാത നക്ഷത്രങ്ങളാണ്. വെള്ളിയാഴ്ചയാണ്, രേവതി നക്ഷത്രമാണ്. ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രം തന്നെ. അവിടെ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടുകൾ ചെയ്യുന്നു. നന്നായി ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയേ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന മന്ത്രമാണ്, പ്രാർത്ഥനകളാണെന്ന് അറിയുക. പരിഹാരങ്ങളാണ്, വഴിപാടുകളും ചെയ്ത് പരിഹാരങ്ങൾ നേടുക. ഉച്ചയ്ക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അശ്വതി നക്ഷത്രമാകയാൽ, അശ്വതി, മകം, മൂലം ഈ നക്ഷത്രങ്ങളുടെ ആധിപത്യമുള്ള ഗ്രഹം കേതുവാകയാൽ സർപ്പക്ഷേത്രത്തിൽ പോകാം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന് പഞ്ചക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, അല്ലെങ്കിൽ സർപ്പബലി, അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന സായാഹ്നത്തിൽ ചെയ്യുന്നത് വളരെയധികം പ്രകടമായ മാറ്റങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിനമുണ്ടാകും.